ഹായ് നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് BBK എന്നൊരു സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ശ്യാമിനെയാണെന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ശ്യാമിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ശ്യാമേ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരുന്നു. ശ്യാം എന്നല്ലേ ഫുൾ നെയിം? ശ്യാം MB. ബി ബാബുവിൻ്റെ ബി അല്ലേ? അച്ഛൻ്റെ പേര് ബാബു. ഈ BBK ഈ സ്ഥാപനം എവിടെയാണ് ശരിക്കും കറക്റ്റ് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന്? ഇത് ശരിക്കും പറഞ്ഞാൽ എറണാകുളത്ത് നിന്ന് കോട്ടയം പോണ റൂട്ടിൽ നീർപ്പാറ എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പാണ്. അതായത് ഏതാണ്ട് 25 കിലോമീറ്റർ ഉണ്ട്. നീർപ്പാറ വൈറ്റില ജംഗ്ഷനിൽ നിന്ന് 25 കിലോമീറ്റർ. ഓ, കറക്റ്റ് കിലോമീറ്റർ മുതൽ ശ്യാം നോക്കിയിട്ടുണ്ട് അല്ലേ അതിനകത്ത് അല്ലേ? കിലോമീറ്റർ ആൾക്കാർ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന കാരണം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാരണം നോട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് അറിയാനുള്ളത് BBKയിൽ എന്തൊക്കെ പ്രൊഡക്റ്റാണ്, എന്തൊക്കെ മെഷീനറി ആണല്ലോ നമ്മൾ കൂടുതലും മാനുഫാക്ചർ ചെയ്യുന്നത് അല്ലേ? അതെ അതെ. ആ മാനുഫാക്ചർ ചെയ്യുന്ന മെഷീൻസ് എത്ര വർഷമായി ഇപ്പോൾ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട്? സ്റ്റാർട്ടിങ് ചെയ്തിട്ട് 10 വർഷത്തോളമായി. തുടക്കത്തിൽ നമ്മളത് മിഷനറിയുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിട്ടല്ല തുടങ്ങി. നമ്മളൊരു ബ്രിക്സിൻ്റെ യൂണിറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. നമ്മൾ തന്നെ മെഷീൻ അസംബിൾ ചെയ്തുകൊണ്ട് ഒരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുകയാണ് ചെയ്തത്. അപ്പോൾ ശ്യാം എന്തായിരുന്നു ഫസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്? അത് ഈ മഡ് ബ്ലോക്ക്, ബ്ലോക്ക് എന്നൊക്കെ പറയുന്ന മഡ് ബ്ലോക്കിൻ്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റാണ് ആദ്യമേ തുടങ്ങിയത്. അത് പല കാരണങ്ങൾ കൊണ്ട് ഇതിലേക്ക് എത്തിപ്പെട്ടതാണ്. കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സ്ഥാപനം, അതായത് നമ്മൾക്ക് എല്ലാവർക്കും, നമ്മുടെ കേരളത്തെ മലയാളികൾക്ക് മാത്രമല്ല എല്ലാ ജനങ്ങൾക്കും ഒരു സ്വയം തൊഴിലിന് വേണ്ടിയുള്ള ഒരു കമ്പനിയും കൂടിയാണ്, അല്ല ഒരു പ്രൊഡക്റ്റും കൂടിയാണ് നമ്മൾ ഇറക്കുന്നത് അല്ലേ? അതെ അതെ. ഇപ്പോൾ ശ്യാമിന് ഇങ്ങനത്തെ ഒരു ഐഡിയാസ് തോന്നിയത് എപ്പോഴാണ്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പല പരിപാടികൾ തുടങ്ങിയായിരുന്നു. പല പരിപാടി എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് തുടങ്ങിയെന്ന് പറയാൻ പറ്റത്തില്ല. പല 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 മേഖലയിൽ നിന്ന് മാറി ലാസ്റ്റാണ് ഞാൻ ഈ മേഖലയിൽ എത്തിപ്പെട്ടത്. ഈ ലാസ്റ്റ് എത്തിപ്പെട്ടതെന്ന് വെച്ചാൽ ഞാനൊരു കുറച്ച് കാലങ്ങൾ ഒരു 7-8 കൊല്ലത്തോളം ടിപ്പർ ഓടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സ്വന്തമായിട്ടൊരു ചെറിയ ടിപ്പർ ഉണ്ടായിരുന്നു. ഈ കല്ലിൻ്റെ ഓട്ടമായിരുന്നു കൂടുതൽ. അപ്പം ലാസ്റ്റ് ഞാൻ നിർത്തുന്ന സമയമായപ്പോഴത്തേക്ക് കല്ല് കിട്ടാനില്ലാത്തൊരവസ്ഥയായിരുന്നു വന്നത്. അപ്പോൾ നമ്മൾ ഈ ഇൻ്റർലോക്കിംഗ് ബ്രിക്കുകൾ മാർക്കറ്റിലുണ്ടായിരുന്നു. അപ്പം അത് പ്ലെയിൻ ആക്കിക്കൊണ്ട് നമ്മൾ ചെങ്കലിന് പകരം ഒരു ബ്രിക്ക് എന്നുള്ള രീതിയിലേക്ക് ആലോചിച്ച് നോക്കുകയും അതിന് വേണ്ടിയിട്ട് നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുള്ള കാരണം നമ്മൾ ടിപ്പറിൻ്റെ തന്നെ ജാക്കി അയച്ചു വെച്ച് ആ ഒരു രീതിയിലേക്കൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണ് ചെയ്തത്. ടെക്നിക്കൽ പരമായിട്ട് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ടെക്നിക്കൽ പരമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. ഇല്ല, അങ്ങനെ തോന്നിയത് കൊണ്ട് അങ്ങനെ ചെക്ക് ചെയ്തു. അതെ, ടെക്നിക്കലി ഒന്നും പഠിച്ചിട്ടുമില്ല ശരിക്കും അല്ലേ? ഇല്ല. പഠിത്തം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വണ്ടിയുടെ പ്രസ്ഥാനത്തിലേക്ക് പോയി അല്ലേ? ആ വണ്ടിയുടെ പ്രസ്ഥാനത്തിലേക്കല്ല തുടക്കത്തിൽ പോയത്. പല പല മേഖലകളിൽ മാറി ബിസിനസ് ചെയ്തു. ബിസിനസ് എന്ന് പറയാൻ പറ്റത്തില്ല. വാഹനം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം തൊഴിൽ കൂട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഏതായാലും നമ്മളിവിടുത്തെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാം. എന്തൊക്കെ ടൈപ്പ് മെഷീനറികളുണ്ട്, ആ മെഷീനറിൻ്റെ ഗുണങ്ങളും പിന്നെ എന്തെങ്കിലും നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാവുന്ന രീതികളും അതൊക്കെ കുറിച്ചിട്ട് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാം. നമുക്കിവിടെ മെയിനായിട്ടുള്ളത് ബ്രിക്സിൻ്റെ ബ്രിക്സ് അല്ലെങ്കിൽ മഡ് ബ്ലോക്ക് എന്നൊക്കെ പറയണ ബ്രിക്കിൻ്റെ പല ടൈപ്പ് മെഷീനുണ്ട്. ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെ അടിക്കാനുള്ളതുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ ഇൻ്റർലോക്കിംഗ് ടൈപ്പ് ഉണ്ട്. പിന്നെ സിമൻറ്റ് ഫ്ലൈ ആഷ് മിക്സ് ചെയ്തിട്ടുള്ള മെഷീനറീസ് ഉണ്ട്. ഓവറോൾ എല്ലാ ടൈപ്പും ബ്ലോക്ക് അടിക്കുന്ന മെഷീനറീസും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ആൾക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് പല രീതിയിലേക്ക് മാറ്റം വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൊയറിൻ്റെ മെഷീൻ ചെയ്യുന്നുണ്ട്. അതായത് ഡീഫൈബറിങ് മെഷീൻ, അതായത് 2000 തൊണ്ട് അടിക്കണ മുതൽ 5000 തൊണ്ട് 10000 തൊണ്ടൊക്കെ അടിക്കണ വരെയുള്ള മെഷീനറീസ്, അതിൻ്റെ ഫുൾ സെറ്റ് മെഷീനറി, അതിൻ്റെ സ്ക്രീനർ, അതിൻ്റെ വില്ലോവിങ് മെഷീൻ, അതിൻ്റെ ഹൈഡ്രോളിക് പ്രസ് എല്ലാ മെഷീനും ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഹൈഡ്രോളിക് പ്രസ് നമുക്ക് ആവശ്യാനുസരണം പല മോഡൽ ചെയ്യാറുണ്ട്. കോൾഡ് പ്രസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആൾക്കാരുടെ ഓരോരുത്തരുടെ എൻക്വയറി അനുസരിച്ചാണ് നമ്മൾ മെഷീനറി മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് നമ്മളൊരു ഇലക്ട്രിക്കലിൻ്റെ ഒരു കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു മെഷീൻ, അതിപ്പോൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടില്ല. ഇപ്പോൾ 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് മാർക്കറ്റിൽ ഇറക്കും. ഒരൊറ്റ ചാർജിങ്ങിന് 5 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽ
5 ലക്ഷം രൂപ റേഞ്ചിലോ 4 ലക്ഷം രൂപ റേഞ്ചിലൊക്കെ ഉള്ള മെഷീനറീസൊക്കെ ഉണ്ട്. JCB പോലെ കിളക്കാനും മണ്ണ് മാന്താനും കപ്പ ഇടാനും പല മോഡൽ ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെഷീനറിയാണത്. നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ സെയിൽ ചെയ്തിരിക്കുന്ന മെഷീൻ മഡ് ബ്ലോക്കിൻ്റെ മെഷീനാണ്. അതിപ്പോൾ വേണ്ടി 270-275 മെഷീൻ അടുപ്പിച്ചായിട്ടുണ്ട് നമ്മളിപ്പോൾ കേരളത്തിൽ. അത് ഈ മഡ് ബ്ലോക്ക് മെഷീൻ്റെ പല ടൈപ്പ് മെഷീൻ ഇന്ന് മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ ബ്ലോക്ക് എങ്ങനെയെങ്കിലും അടിച്ചാൽ മതി എന്നുണ്ടെങ്കിലേക്ക് നമുക്ക് ആ രീതിയിലേക്ക് മെഷീൻ എടുക്കാം. ചിലപ്പോൾ ഒരു ലേബറെ കുറക്കാൻ പറ്റും, ചിലപ്പോൾ 2 ലേബറെ കുറക്കാൻ പറ്റും. ഈ ലേബറെ കുറച്ച് ലേബറിനെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ മെഷീൻ ചെയ്താലും അത് ബ്ലോക്കിന് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ അടുക്കൽ ഒരു കസ്റ്റമർ വരുവാണെങ്കിൽ നമ്മൾ ആ ബ്ലോക്ക് എങ്ങനെ നിർമ്മിക്കണം, അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ അവസാനം വരെ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ വിശദമായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ആ കസ്റ്റമർക്ക് തൃപ്തിയാകുന്ന രീതിയിലാണ് മെഷീൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓരോ മെഷീനറിയെ കുറിച്ചിട്ടുള്ള അതിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതെ അതെ. ഇതൊരു ഇവിടുന്ന് BBKന്ന് പർച്ചേസ് ചെയ്യുന്ന മെഷീനറി ഏതുമായിക്കോട്ടെ, അതിനുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? നമ്മളത് അവർക്ക് കസ്റ്റമേഴ്സിനുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്? നമുക്ക് ആദ്യമേ തുടക്കത്തിൽ ഇതിന് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വരുമെന്ന് പറയാം. അത് നമുക്ക് ഏതാണ്ട് ഒരു 12 ലക്ഷം രൂപ മുതൽ ഏതാണ്ട് ഒരു 15 ലക്ഷം രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതായത് നമുക്ക് ആദ്യം തുടക്കത്തിൽ ബിൽഡിംഗ് വെക്കണം, ഇലക്ട്രിസിറ്റി എടുക്കണം, മറ്റ് ചില്ലറ ചിലവെല്ലാം കൂടിയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു 15 ലക്ഷം രൂപയുടെ അടുപ്പിച്ച് വരും. അതിന് മുകളിലേക്ക് പോയി കൂടുതൽ പൈസ മുടക്കി ചെയ്യണവരുണ്ടാകാം. നമുക്ക് സ്റ്റാർട്ടിങ്ങിന് ശരിക്കും ആ പൈസ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഇപ്പം ഈ ഒരു 15 ലക്ഷം രൂപ നമുക്ക് റീഫണ്ട് എടുക്കാനായിട്ട് നമുക്കൊരു 1.5 ലക്ഷം കട്ട അല്ലെങ്കിൽ 1,75,000 കട്ട അടിച്ച് സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് മുടക്കുന്ന പൈസ കംപ്ലീറ്റ് റീഫണ്ടായി കിട്ടും. ഈ 15 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് 10 ലക്ഷം രൂപ വരെ നമുക്ക് ലോണ് PMEGP ലോണ് കിട്ടുന്നതാണ്. അതിനകത്ത് നമുക്ക് സെക്യൂരിറ്റി കൊടുക്കാണ്ട് 10 ലക്ഷം രൂപ കിട്ടും. സെക്യൂരിറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 15-20 ലക്ഷം രൂപ വരെയൊക്കെ ലോണ് കിട്ടുന്നവരുണ്ട്, എടുക്കുന്നവരുണ്ട്. നമുക്ക് അതിനകത്ത് 35% വരെ സബ്സിഡി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സബ്സിഡി നമ്മൾ ഇതിനകത്ത് കൂട്ടിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു കട്ട ഇത്രയും ഒരു 1.5 ലക്ഷം കട്ട അടിച്ച് സെയിൽ ചെയ്താൽ പോലും നമുക്കിതിന് മുടക്കുന്ന കംപ്ലീറ്റ് പൈസ റിട്ടേൺ കിട്ടും. നമുക്കൊരു 6 മാസം എത്ര ടൈം പീരീഡ് വരും? അതിപ്പം നമുക്കൊരു മാസം 25,000 കല്ലടിക്കുന്നവരുണ്ട്, 40,000 കല്ലടിക്കുന്നവരുണ്ട്, 50,000 കല്ലടിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ കണക്കൂട്ട് 3 മാസം കൊണ്ട് കിട്ടും. അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും നമുക്ക് മാർജിൻ കണക്ക് കൂട്ടേണ്ട കാര്യമില്ല. 10 വർഷമായി ഈ ഒരു ബിസിനസ്സിലേക്ക് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ട്? ഏതാണ്ട് 10 വർഷത്തോളമായി. എത്രത്തോളമാണ് നമ്മുടെ ഈ ഒരു മെഷീനറി വാങ്ങിച്ച കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് എന്താണ്? അതിലൊരു 99% ആൾക്കാരും ഹാപ്പിയാണ്. ഈ 1% എന്ന് പറയുമ്പോൾ നിങ്ങളവർക്കും 100% എല്ലാവരും ഒരുപോലെ ഹാപ്പി ആയിരിക്കത്തില്ല. തീർച്ചയായിട്ടും. അതിപ്പോൾ നമുക്ക് ഈ കൊണ്ടുപോയിട്ട് ഹാപ്പി ആകാതിരിക്കണവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ യൂണിറ്റ് തുടങ്ങുമ്പോൾ തന്നെ പ്രശ്നം കഴിയും. നമ്മളൊരു പാർട്ട്ണർഷിപ്പായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അങ്ങനെ തുടങ്ങിയിട്ടുള്ളവരിൽ പലരും 1, 2, 3 ആൾക്കാരിൽ പല പ്രശ്നങ്ങളുണ്ടായിട്ട് അവരിത് മെഷീൻ രണ്ടാമത് സെയിൽ ചെയ്യേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അതല്ലാണ്ട് ഈ മാർജിൻ കുറവായതുകൊണ്ട് ഇത് നിർത്തിപ്പോയവരോ അല്ലെങ്കിൽ അങ്ങനെ കഷ്ടപ്പെടുന്നവരോ ആയിട്ട് ആരും എൻ്റെ അറിവിലില്ല ഇന്നവരെ. അതായത് ഒരു ബിസിനസ് ആണല്ലോ, ബിസിനസ്സാണ്. ഇതൊരു കോമ്പറ്റീഷൻ ഫീൽഡ് ഉണ്ടോ ഈ ഒരു മേഖലയ്ക്ക്? കോമ്പറ്റീഷൻ നിലവിൽ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പല ഭാഗത്തും ഉണ്ട്. പക്ഷെ അത് എല്ലാ സൈഡിലും അല്ല. നമ്മളിപ്പോൾ ഒന്നിലധികം യൂണിറ്റ് ഒരു 10 കിലോമീറ്റർ കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് ചിലപ്പോൾ കോമ്പറ്റീഷൻ വരാം. അപ്പോൾ അതിപ്പോൾ എല്ലായിടത്തും ഇല്ല. അപൂർവം സ്ഥലത്തൊക്കെ മാത്രമേ അങ്ങനത്തെ സിറ്റുവേഷൻ ഉള്ളതായിട്ട് എനിക്കറിയാവുള്ളൂ. നമ്മുടെ ഈ ഏരിയയിൽ ഇപ്പോൾ ഒരു 17-18 യൂണിറ്റ് ഉണ്ട്. ഒരു 10 കിലോമീറ്റർ ലൊക്കേഷനിൽ നോക്കണം. അത് വിട്ട് വേറെ യൂണിറ്റുകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രോബ്ലങ്ങളുണ്ട്. എന്നായിട്ട് ആർക്കും അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. ആ ഒരു രീതിയിൽ ആവറേജ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ ഏതൊരു ബിസിനസ്സിനും കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു ഫീൽഡില്ലല്ലോ, അല്ലേ? കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു ഫീൽഡില്ല. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു സ്ഥാപനത്തിൻ്റെയും മെയിൻ പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫാണ്, അല്ലേ? സ്റ്റാഫിൻ്റെ ഓരോ എന്താ പറയുക സമീപനമാണ് നമ്മളുടെ ഒരു ഗ്രോത്തും, അല്ലേ? അത് ശരിയായിട്ടുള്ള കാര്യമാണത്. അത് നമ്മൾ എത്രത്തോളമാണ് നമ്മുടെ സ്റ്റാഫിൻ്റെ സപ്പോർട്ട്?
സ്റ്റാഫിൻ്റെ സപ്പോർട്ട്, അത് സപ്പോർട്ട് ചെയ്യുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ വെറുതെ രാവിലെ വന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും പോകണമെന്ന് വിചാരിച്ച് പണിയണവരുണ്ട്. പല രീതിയിലുള്ള വർക്കേഴ്സ് ഉണ്ട്. നമ്മളപ്പോൾ അതിന് ആവറേജ് ഒരു മാനേജ് ചെയ്ത് പോവുക എന്നുള്ളതേ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ശ്യാമ ഇപ്പോൾ ഈ 10 വർഷമായിട്ടും ഒരു തൊഴിലാളി മുതലാളി എന്നുള്ളൊരു ബന്ധത്തിലല്ല, നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ടീം വർക്കിലാണ് നമ്മളിത് പോകുന്നത് അല്ലേ? അതങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മളൊരു മെഷീനറി ഒരു മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു എന്താ പറയുക സ്റ്റാഫിനോട് എങ്ങനെ പെരുമാറണം അല്ലെ, അതൊക്കെ അല്ലേ നമ്മൾ തൊഴിലാളി മുതലാളി എന്നല്ല, ഒരു വണ്ടി പ്രസ്ഥാനത്തിൽ തുടങ്ങിയതാണ്. അങ്ങനെ ഇല്ലല്ലോ, നമ്മളും തൊഴിലാളിയായിട്ട് വന്ന് നമ്മൾ ഇപ്പോഴും തൊഴിലാളിയൊക്കെ തന്നെയാണ്, നമ്മളും വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഫ്യൂച്ചറിൽ നമുക്ക് ഇലക്ട്രിക്കലിലുള്ള ചെറിയ ചെറിയ മെഷീനറീസൊക്കെ നമുക്ക് മാർക്കറ്റിൽ ഈ തൊഴിൽ, അതായത് ലേബേഴ്സിനെ കുറയ്ക്കേണ്ട ആവശ്യകതയുള്ള ചില വ്യവസായങ്ങൾ, കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ അതിന് വേണ്ട ചെറിയ ചെറിയ മെഷീനറീസൊക്കെ ഡെവലപ്പ് ചെയ്യണം. അതിനുള്ള പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ചാർജബിൾ ടൈപ്പ് മെഷീനറി ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? അതെ അതെ. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയാണ്? അതിപ്പോൾ നമുക്ക് ഒരുപാട് ഹെവി പർപ്പസിനുള്ളതല്ല, കൃഷി ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഒരു മെഷീനാണ്. ഹെവി പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് മെഷീനറി ചെയ്യാം. അപ്പോൾ അതുപോലെയുള്ള കോസ്റ്റ് കൂടുതൽ വരും നമുക്ക് ആ മെഷീൻ സെയിൽ ചെയ്യുമ്പോഴത്തേക്കും. ഇത് നമുക്കൊരു കർഷകനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു 5 ലക്ഷം രൂപ മുടക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു അധിക ചിലവാണ്. അപ്പോൾ ചെറിയ കർഷകർക്ക് നമുക്കതെടുത്ത് അത് മുതലാക്കി എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു 2-3 ഏക്കർ സ്ഥലമുള്ള ഒരാൾക്കാണെങ്കിൽ ഇപ്പോൾ ചെറിയൊരു എന്താ പറയുക, നമുക്കൊരു ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ബഡ്ജറ്റിൽ ചെയ്യാം. ഇപ്പോൾ ഒരു ലേബറിനെ വെച്ചുകൊണ്ട് തന്നെ ഒരുപാട് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഗുണങ്ങളുണ്ട്. 5 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ചാർജ് നിൽക്കും. ഒരു ദിവസം നമുക്കൊരു 50 രൂപയ്ക്ക് ചാർജ് ചെയ്താൽ തന്നെ നമ്മളെ ഒരു ദിവസത്തെ ഫുള്ള് വർക്ക് ചെയ്യാൻ പറ്റും. 10 വർഷമായിട്ട് നമ്മളൊരു ബിസിനസ് റൺ ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ് അല്ലേ? അതെ അതെ. ഇപ്പൊ ന്യൂജൻ കാലഘട്ടമാണല്ലോ ഇപ്പോൾ. അതെ അതെ അല്ലേ? പുതിയതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് അവർക്ക് കൊടുക്കേണ്ട ഇപ്പോൾ 10 വർഷത്തെ ഒരു ജീവിത അനുഭവങ്ങളുണ്ടല്ലോ. അതെ അതെ. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്രീം മീഡിയയുടെ ഒരു ചാനലിൽ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ശ്യാമിൻ്റെ ഒരു ബിസിനസ്സുകാരന് കൊടുക്കേണ്ട ഒരു സന്ദേശം? അതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ജീവിതാനുഭവം വെച്ചിട്ട് പറയുവാണെങ്കിൽ, നമ്മൾ നല്ല പ്രോഡക്റ്റ്, നല്ല സർവീസ് അത് കറക്റ്റായിട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ബിസിനസ് ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരാൾ, നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ളൊരു കാൽക്കുലേഷൻ നമുക്ക് വേണം. അതായത് നമുക്കൊരു മെഷീനറി മുതൽ അതിൻ്റെ പ്രൊഡക്ഷൻ, അതിൻ്റെ ഫൈനലൈസ് ചെയ്യുമ്പോൾ കൊടുക്കുമ്പം ഇപ്പോൾ നമ്മളൊരു ബ്ലോക്കിൻ്റെ യൂണിറ്റ് തുടങ്ങാനാണെങ്കിൽ നമുക്ക് ബ്ലോക്ക് അടിക്കുന്നത് വരെയുള്ള പൈസയുടെ മാത്രമല്ല, നമ്മൾ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലവുകളുണ്ട്. അപ്പോൾ ബ്ലോക്ക് നമുക്കിപ്പോൾ സെയിൽ കുറവാണെങ്കിൽ നമുക്കൊരു 20,000 കല്ലോ 40,000 കല്ലടിക്കുന്ന ഒരാൾക്ക് അത്രയും കല്ല് സ്റ്റോക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള ഫണ്ട് നമ്മുടെ കയ്യിൽ വേണം. ഇനിയില്ലെങ്കിൽ അത് മറിക്കാനുള്ളൊരു വഴി അത് നമ്മൾ മുന്നിൽ കാണണം. ഫണ്ട് ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ വളരെയധികം സന്തോഷം BBKയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ ശ്യാമൻ. അപ്പോൾ ഇനി പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ മെഷീനറികളുടെ കണ്ടുപിടുത്തത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ അതെ അതെ. പുതിയ ടെക്നോളജി നമ്മൾ അധികം ചിലവ് കുറഞ്ഞ രീതിയിൽ അല്ലേ? അതെ അതെ. അതാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും അത് സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് BBKക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെയെന്ന്. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള അതിൽ പണിപ്പുരയിലാണ് ഇപ്പം അല്ലേ? അതെ. ഞാൻ ചെറിയ പ്രശ്നങ്ങൾ കാരണം നമ്മൾ പുറത്തേക്ക് സ്ഥലങ്ങൾ നേടി പോകേണ്ട ഒരവസ്ഥ വന്ന് അങ്ങനെ പോയി ഇപ്പോൾ ഛത്തീസ്ഗഡിൽ എത്തി നിൽക്കുവാണ്. ഓക്കെ. അവിടെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഏറെക്കുറെ ആയി. അതിൻ്റെ എന്താ വർക്കിലാണ് ഇപ്പം. അതിൻ്റെ വർക്കിലാണ് ഇപ്പം. ഏതായാലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊന്ന് നിർത്തുന്നു. നന്ദി. നമസ്കാരം.